എൻ്റെ പേര് അമ്മ. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ കോഴിക്കോടാണ്. ഇപ്പോൾ 25 വർഷത്തോളമായി ഞാൻ വയനാട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കോഴിക്കോട്ടാരെ കണ്ടു വെച്ച പത്തിരിയും പോത്ത് കുരുമുളകിട്ട് വരട്ടിയതും. പത്തിരിക്ക് ആവശ്യമായ സാധനം 2 കപ്പ് മൈദ. അത് മൈദ തന്നെ വേണമെന്നില്ല, അത് ആട്ടായാലും ഗോതമ്പായാലും പ്രശ്നമല്ല. മാവ് കുഴക്കാൻ നേരെ ചുടുവെള്ളത്തിൽ ഉപ്പിട്ടത്, ചുട്ടെടുക്കാൻ സൺഫ്ലവർ ഓയിൽ. ഇറച്ചി എല്ലോട് കൂടിയത് 1/2 കിലോ, ചെറിയുള്ളി 250, 2 വലിയ തക്കാളി, 4 പച്ചമുളക്, മല്ലിയില ആവശ്യത്തിന്, കരിവേപ്പും ആവശ്യത്തിന്, ഗരം മസാല 1/4 ടീസ്പൂണ്. മല്ലി ഞാനാണ് വറുത്തിട്ടാണ് ഉപയോഗിച്ചത്, പെരുംജീരകം കൂട്ടിയിട്ട് വറുത്തതാണ്. അത് പെരുംജീരകം കൂടാതെ വറുക്കാത്തവരാണെങ്കിൽ എക്സ്ട്രാ പെരുംജീരകം 1/4 ടീസ്പൂണ് ഇതിൽ ചേർത്തുക. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് 1.5, ഉലുവ ആവശ്യത്തിന്, വറ്റൻമുളക് 5 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്, വറുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ. ആദ്യമായിട്ട് ഞാൻ പത്തിരിക്കുള്ള മാവ് കുഴക്കാണ്. വെള്ളം നേരെ ചുടുവെള്ളത്തിൽ ഉപ്പിട്ടതാണ്. ഇത് പത്തിരിക്കുള്ള മാവായി. ഇനി ഇത് അരമണിക്കൂർ വേണമെങ്കിൽ മാറ്റി വെക്കാം. ഇനി നമ്മൾ ബീഫ് കുരുമുളകിട്ട് വരട്ടാൻ പോവാണ്. അടുപ്പ് കത്തിച്ച് ആദ്യം ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ ഉലുവ ഇടാം. ഉലുവ ഒന്ന് ചൂടായി വന്നാൽ ചെറിയുള്ളി, $250 ഗ്രാം ചെറിയുള്ളിയാണിത്. ഉള്ളി ഒന്ന് നല്ലോണം വാടി വെക്കും. വാടാൻ ചൂടാക്കണം. ഉള്ളി വഴന്ന് വന്നാൽ പച്ചമുളക്, കുറച്ച് കറിവേപ്പ് ഉപയോഗിക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1.5 ടീസ്പൂൺ, ഒന്നര ടീസ്പൂൺ ഇഞ്ചി ഗാർലിക് പേസ്റ്റ്. അതിട്ട് നല്ലോണം ഒന്ന് ആ പച്ച മണം മാറുന്ന വരെ ഒന്ന് ഇളക്കുക. ഉപ്പ് ആവശ്യത്തിനിടാം. ഇളക്കിയതിന് ശേഷം തക്കാളി,
തക്കാളി നല്ലോണം വഴറ്റിയതിന് ശേഷം തക്കാളി നല്ലോണം വഴറ്റിയതിന് ശേഷം പൊടികൾ ഉപയോഗിക്കാം. ആദ്യമായിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ വറുത്ത മല്ലി എന്ന് പറഞ്ഞാൽ മല്ലി ഞാൻ വലിയ ജീരകം കൂട്ടിയിട്ട് പൊടിച്ചതാണ്. അങ്ങനെ വലിയ ജീരകം കൂട്ടി പൊടിക്കാത്തവരാണെങ്കിൽ എക്സ്ട്രാ വലിയ ജീരകം 1/2 ടീസ്പൂൺ ഇതിൽ ചേർത്താം. ഇത് ചേർത്തിയതുകൊണ്ടാണ് ഞാൻ വേറെ ചേർക്കാത്തത്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ. എന്നിട്ട് നല്ലതുപോലെ ഇളക്കാം. വഴറ്റിയതിന് ശേഷം ഇറച്ചി, എല്ലോട് കൂടിയ 1/2 കിലോ ഇറച്ചിയാണ്, അത് ഇതിലേക്കിട്ട് നല്ലവണ്ണം ഇളക്കുക. ഉപ്പ് വേണമെങ്കിൽ നമുക്ക്, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്താം. ഇതിന് ഉപ്പ് പാകമാണ്. ഇനി കുക്കർ അടക്കാം. ഇളക്കിയതിന് ശേഷം കുക്കർ 3 വിസിൽ വരുന്ന വരെ അടുപ്പ് കൂട്ടിയിട്ട് വെക്കുക. 3 വിസിൽ വന്നതിന് ശേഷം 15 മിനിറ്റ് കുറച്ചിടാം. കുക്കർ വിസിലൊക്കെ കഴിഞ്ഞ് ഇറച്ചി വെന്തിക്കണോ നമുക്ക് നോക്കാം. ഇറച്ചിയിൽ വെള്ളമൊക്കെ നല്ലോണം വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. നല്ലോണം കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കാം അടുപ്പ്. അതിനിടയ്ക്ക് ഇറച്ചിയിൽ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് കുറുക്കി വറ്റിക്കണം. അങ്ങനെ ചട്ടി ചൂടായതിന് ശേഷം ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. ഇതിൽ നല്ലത് വെളിച്ചെണ്ണയാണ്. അതിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അങ്ങനെ ചട്ടി ചൂടാകുന്നവരെ കാത്തുനിന്നിട്ട് ചട്ടിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം. അങ്ങനെ ചൂടായി വന്നാൽ അതിലേക്ക് ഒരു 5-6 വറ്റൻമുളക്, നമുക്ക് വറ്റൻമുളക് ഇട്ടെന്ന് വിചാരിച്ചിട്ട് എരിവിന് വലിയ കുഴപ്പമൊന്നും വരില്ല, എരിവൊന്നും ഉണ്ടാവില്ല. എന്താ വെച്ചാൽ നമ്മൾ മസാലയിൽ എരിവ് കുറവാണ്. വറ്റൻമുളകിൻ്റെ ശേഷം കുറച്ച് കറിവേപ്പ് ഇടുക. ഇനി തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ
തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളൂ. നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം ആ ചട്ടിയിലുള്ള മസാല ഇതിലേക്ക് ഒഴിക്കുക. അതിൽ ഇറച്ചിയിൽ വെള്ളം കൂടുതലുണ്ടെങ്കിൽ കുക്കറിലുണ്ടെങ്കിൽ അത് വറ്റിക്കണം. വറ്റിച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്യാവൂ. എല്ലാം നല്ലോണം ഇളക്കി വെളിച്ചെണ്ണയും മുളകും കരിവേപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും ആക്കിയതിന് ശേഷം നല്ലോണം ഇളക്കാം. ഇളക്കിയതിന് ശേഷം നമുക്ക് നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആ കൂട്ട് മാറ്റി വെക്കാം. ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പൊടി കുഴച്ച് വെച്ചതുണ്ടല്ലോ, അത് 2 കപ്പാണ്. ആ 2 കപ്പിന് 7 പത്തിരി ഉണ്ടാക്കാനുള്ള മാവുണ്ട്. നമ്മൾ വണ്ണം കണക്കാക്കാമെന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൻ്റെ വണ്ണത്തിനനുസരിച്ചെടുക്കാം. അത് നമ്മൾ മൈദയിൽ മുക്കണം. മൈദ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. മൈദയിൽ മുക്കി ഇങ്ങനെ അധികം ബലം കൊടുക്കാതെ പരത്താം. അത് മൈദ തന്നെ വേണമെന്നില്ല. മൈദ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ആട്ടയോ ഇനിയിപ്പോൾ ഗോതമ്പിൻ്റെ പൊടിയോ ഇനി മൈദയും ആട്ട ഓഫായിട്ട് അതും ഉപയോഗിക്കാം. എന്തായാലും അതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ. പിന്നെ മൈദ ആണ് ഏറ്റവും ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ മൈദ ഉപയോഗിച്ചത്. ഇങ്ങനെ പറ്റിയതിന് ശേഷം നമ്മളൊന്ന് മറിച്ചിട്ട് എന്നിട്ട് ഞാൻ വെളിച്ചെണ്ണ ആണ് തൊടാൻ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ആണ് ടേസ്റ്റ്. വെളിച്ചെണ്ണ ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തേച്ചതിന് ശേഷം ഈ ഭാഗം ഇങ്ങനെ മടക്കാം. അതുപോലെ തന്നെ മറ്റേ ഭാഗം ഇങ്ങനെ മടക്കിയതിന് ശേഷം വെളിച്ചെണ്ണ വീണ്ടും ഇങ്ങനെ തടവാം. എന്നിട്ട് ഈ 2 ഭാഗവും ഇങ്ങനെ ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണ വീണ്ടും ഒന്നിങ്ങനെ തൊട്ടതിന് ശേഷം ഇങ്ങനെ 4 ഭാഗം 2 ഭാഗം അങ്ങനെ മടക്കി ഈ 2 ഭാഗം മറ്റേ ഭാഗവും അപ്പോൾ 4 ഭാഗം ഇങ്ങനെ ആയിട്ട് വീണ്ടും ഒന്ന് പൊടിയിൽ മുക്കുക. പൊടിയിൽ മുക്കിയതിന് ശേഷം ബലം ഉപയോഗിക്കാതെ ഇങ്ങനെ ഞാൻ പറ്റുന്നത് പോലെ പരത്താം. അധികം ബലം വേണ്ട, അധികം വട്ടം വേണ്ട. ഏകദേശം ഒരു പൊറാട്ടൻ്റെ സൈസ് വട്ടം, വലിയ പൊറാട്ടല്ല ചെറിയ സൈസ് പൊറാട്ടൻ്റെ വട്ടത്തിന് ഇങ്ങനെ പരത്തിയെടുക്കാം. അതിങ്ങനെ പരത്തിയതിന് ശേഷം ഇങ്ങനെ മറിച്ചിട്ട് നോക്കിയാൽ ആ 4 ഭാഗത്തെ കണ്ണുപോലെ കാണാം. അതുപോലെ തന്നെ ബാക്കിയുള്ളതും ഞാൻ പരത്താണ്. ഇനി നമ്മളൊരു അടുപ്പിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവി വെച്ചിട്ട് അതിന് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുന്നത് കൂടുതലാണെന്നുള്ളത് നോക്കണ്ട. അത് ചുട്ട് വരുമ്പോൾ ആ ഓയിൽ അതേപോലെ തന്നെ ആ പാത്രത്തിലുണ്ടാവും. സൺഫ്ലവർ ഓയിലാണ് നല്ലത്. വെളിച്ചെണ്ണ ഉപയോഗിക്കരുതും. വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂടാവുന്നതുകൊണ്ട് പത്തിരി കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് സൺഫ്ലവർ തന്നെ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. ഇങ്ങനെ തവി ചൂടായി വന്നാൽ അതിലേക്ക് പത്തിരി ഇങ്ങനെ ഉപയോഗിക്കുക. ഇങ്ങനെ ഉപയോഗിച്ച് ഇളക്കിയതിന് ശേഷം ഭാഗം തിരിച്ചിട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വേണം തീ ചൂട് വെക്കാൻ. കുറച്ച് വെക്കരുതും. കുറച്ച് വെച്ചാൽ പത്തിരി ഇതേപോലെ പൊള്ളി വരില്ല. അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. കണ്ടോ, പത്തിരി നല്ലവണ്ണം പൊള്ളി വന്ന് അങ്ങനെ ഇളക്കി കൊടുക്കണം. നല്ലോണം അങ്ങനെ തിരിച്ചു മറിച്ചും ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും മറിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും തിരിച്ചിട്ടിട്ട് ആ ഭാഗം ഒരു ലൈറ്റ്
ഒരു മഞ്ഞ കളറ് ആവും. കണ്ടോ? അതുപോലെ ഇങ്ങനെ മറ്റേ ഭാഗം ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. മാറ്റി വീണ്ടും നമ്മൾ മറ്റുള്ള 2 പത്തിരിയും കൂടി ഉണ്ട്, അതും കൂടി ഇങ്ങനെ ചുട്ടെടുക്കാം. ഇങ്ങനെ ഓയിലിൽ ഇങ്ങനെ പത്തിരി ചുട്ടെന്ന് വിചാരിച്ചിട്ട് ഓയിൽ കൂടുതലൊന്നും പത്തിരിയിൽ പിടിക്കൂല. കണ്ട, ഞാൻ ഒഴിച്ച ഓയിൽ 3/4 ഭാഗം ഫാനിൽ തന്നെ ഉണ്ട്. ഇനി നമ്മൾ പത്തിരി തയ്യാറായി. ഇനി ഞാൻ പറഞ്ഞ ബീഫ് കുരുമുളകിട്ടതും പത്തിരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്.